എന്താണ് മൊബിലിറ്റി, എന്താണ് ഫ്ലെക്സിബിലിറ്റി? പലരും മൊബിലിറ്റിയെയും ഫ്ലെക്സിബിലിറ്റിയെയും ഒരു വാമപ്പായിട്ട് മാത്രമാണ് ഇന്നും കാണുന്നത്. പക്ഷേ ആക്ച്വലി മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, വാമപ്പ് ഇവ മൂന്നും ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ, ആദ്യം മൊബിലിറ്റി എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഒരു ജോയിന്റിന് ലഭ്യമായ റേഞ്ച് ഓഫ് മോഷൻ, അതായത് റോ, ആ റേഞ്ചിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് മൊബിലിറ്റി. ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ കാലിന്റെ ഹീൽ നിലത്ത് നിന്ന് പൊങ്ങാതെ ഡീപ്പ് സ്ക്വാട്ട് പൊസിഷനിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായ ആംഗിൾ മൊബിലിറ്റി നമുക്ക് ഉണ്ടെന്നാണ് അർത്ഥം. പക്ഷേ ചിലർ ഡീപ്പ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഹീൽ നിലത്ത് നിന്ന് പൊങ്ങുന്നത് കാണാം. ഇത് ആംഗിൾ മൊബിലിറ്റി കുറവായതിന്റെ ഒരു കാരണമാണ്. പക്ഷേ വേറൊരു കാരണങ്ങളുണ്ട്. നമ്മുടെ ഫീമർ ബോണിന്റെ ലെങ്തും ബോഡി പ്രൊപ്പോർഷനും ഹിപ്പ് സ്ട്രക്ചറും ഇതും ഒരു കാരണമാണ്. അതായത് ഒരു ജോയിന്റിന് റേഞ്ച് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ റേഞ്ച് നമുക്ക് ശരിക്കും ഉപയോഗിക്കാനും കഴിയണം. ഈ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഹീൽ നിലത്ത് തന്നെ വെച്ച് ഡീപ്പ് സ്ക്വാട്ട് പൊസിഷനിൽ ഇരിക്കാൻ കഴിയുന്നത് ആംഗിൾ മൊബിലിറ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇതാണ് മൊബിലിറ്റി. ഇനി ഫ്ലെക്സിബിലിറ്റി എന്തെന്ന് നോക്കാം. ഫ്ലെക്സിബിലിറ്റി പ്രധാനമായും ഒരു മസിൽസിന്റെ ലെങ്തനിങ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു മസിൽസിന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ലെങ്തൻ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് പുറകിലത്തെ മസിൽ, ഹാംസ്ട്രിങ്സ് മസിൽസ് എത്രത്തോളം ലെങ്തൻ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് പോലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് മസിൽ ടെൻഡൻ യൂണിറ്റിന്റെ എക്സ്റ്റൻസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി വരുന്നത് വാമപ്പ്. വാമപ്പ് എന്ന് പറയുന്നത് എക്സസൈസിന് മുമ്പ് ശരീരത്തെ അപ്കമിങ് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് തയ്യാറാക്കുന്ന പ്രോസസ്സാണ് വാമപ്പ്. 2 ടൈപ്പ് വാമപ്പുകളുണ്ട്. ആദ്യം ജനറൽ വാമപ്പ്, രണ്ടാമത്തെ മൂവ്മെന്റ് സ്പെസിഫിക് വാമപ്പ് അല്ലെങ്കിൽ എക്സസൈസ് സ്പെസിഫിക് വാമപ്പ്. ജനറൽ വാമപ്പ് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചറും ഹാർട്ട് റേറ്റും പതുക്കെ ഉയരുകയും അതിലൂടെ റെസ്റ്റിംഗ് സോണിൽ നിന്ന് എക്സസൈസ് സോണിലേക്ക് ശരീരം ഗ്രാജുവലി റെഡി ആകുന്നതാണ് ജനറൽ വാമപ്പ്. പിന്നെ വരുന്നത് മൂവ്മെന്റ് സ്പെസിഫിക് വാമപ്പ് അല്ലെങ്കിൽ എക്സസൈസ് സ്പെസിഫിക് വാമപ്പ്. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ബാർബൽ സ്ക്വാട്ട് ചെയ്യുകയാണെന്ന് കരുതുക. എൻ്റെ വർക്കിംഗ് വെയിറ്റ് 200 കിലോ ആണെങ്കിലും ഞാൻ നേരിട്ട് 200 കിലോ തുടങ്ങില്ല. ആദ്യം ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ച് കുറച്ച് വാമപ്പ് സെറ്റ് ചെയ്യും. 20 കിലോ, 60 കിലോ, പിന്നീട് 100 കിലോ എന്നിങ്ങനെ വെയിറ്റ് പതിയെ കൂട്ടിക്കൊണ്ടുപോകും. ഇതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവ്മെന്റിനും പിന്നീട് ഞാൻ എടുക്കാൻ പോകുന്ന 200 കിലോ വെയിറ്റിനും എൻ്റെ ശരീരത്തെ തയ്യാറാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് എക്സസൈസ് സ്പെസിഫിക് വാമപ്പ്. മൊബിലിറ്റിയെയും ഫ്ലെക്സിബിലിറ്റിയും വെറും വാമപ്പായി മാത്രം കാണരുത്. എക്സസൈസിന് മുമ്പ് മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും നമുക്ക് ചെയ്യാം. പക്ഷേ അത് വെറും ബോഡി വാം ആക്കുക എന്നത് മാത്രമല്ല. അതുകൊണ്ട് ഇവ മൂന്നും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും മൂന്നും ഒരേ കാര്യമല്ല. എനിവേ, ഓക്കെ ഗൈസ്.